ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് റെഡിയാക്കണത് കണ്ടാലോ. അരക്കപ്പിൽ 2 കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓട്സ് എടുക്കുന്നത് റോൾസ് ഓട്സാണ് കേട്ടോ എടുക്കുന്നത്. അത് 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 മുട്ട, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്. ഇത് രണ്ടും അരിഞ്ഞിടാതെ ചതച്ചും വേണമെങ്കിൽ ഇടാം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ തൈര്, ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇതിങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് പുരട്ടി കൊടുക്കുന്നത്, കുറച്ച് മതി കേട്ടോ. ഒരു പകുതി സവാള ഇതുപോലെ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തക്കാളീൻ്റെ പകുതിയും അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയം നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല. ഒരുപാട് വഴന്ന് വരണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഓട്സ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണോളം തന്നെ. നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒറിഗാനോ ഇട്ടതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓട്സ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി വെച്ചതാണ്. ഇപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കണമായിരുന്നില്ല. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓട്സ് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അരികത്തേക്കൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഇതൊക്കെ എല്ലായിടത്തു നിന്നും വിട്ട് മാറിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാ അരികത്ത് കൂടെ ഇട്ട് ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പോൾ അതായത് നടുവിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴും ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് കറുത്ത എള്ളെടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിൽ കുറച്ച് എടുത്തൊക്കെയാണ്. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പൂണിലൊക്കെ എടുക്കുമ്പോൾ കട്ട പിടിച്ച് ഒരു ഭാഗത്ത് തന്നെ ഇച്ചിരി അധികം വീണ് പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കണമെന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ വറ്റൽമുളക് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ എള്ള് ഇട്ട് കൊടുത്ത പോലെ തന്നെ ഗ്യാസ് ഓണാക്കി കൊടുക്കാം കേട്ടോ. നേരത്തെ ഞാൻ ചീസ് എടുത്തപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മേളിലിട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ വെറുതെ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഒന്ന് മൂടി വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിങ്ങനെ തവി കൊണ്ട് ചട്ടകം കൊണ്ടൊന്നും മറിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ, പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മറിക്കാം കേട്ടോ. പാത്രത്തിലേക്ക് മറിച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് തന്നെ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. ഇനി അങ്ങനെ ഓട്സ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
ഞാൻ ദേ മുറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.